ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഗീതിക. സാങ്കല്പികമായ പേരാണ്. എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് 1.25 വർഷമായി. മാഡം, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്യമതസ്ഥനായ ഒരാളെ പ്രണയിച്ചിരുന്നു. വീട്ടുകാർക്ക് അതൊട്ടും സമ്മതമായിരുന്നില്ല. അയാളുടെ വീട്ടിലും എതിർപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലായി പറഞ്ഞ് ഒഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ഇഷ്ടപ്പെട്ട പുരുഷനല്ലാതെ വേറെ ആളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ പല നിർബന്ധങ്ങളുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ജാതകമൊക്കെ നോക്കണ്ടേ. അങ്ങനെ ജാതകമൊക്കെ ശരിയായി വന്നതാണ് ഈ ഒരു ബന്ധം. എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലിയാണ്. വളരെ ചെറുപ്പത്തിലെ കേന്ദ്ര സർക്കാർ സർവീസിൽ ആയതുകൊണ്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ്. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. എൻ്റെ ഭർത്താവിനോടൊന്നല്ല, ഒരു മനുഷ്യരോടും താല്പര്യമില്ലാത്ത സമയത്താണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. അതിനുവേണ്ടി എൻ്റെ വീട്ടുകാർ എന്നിൽ ഒത്തിരി സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. പിന്നെ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കും ഒരു വിരക്തി മനോഭാവമാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നി മുൻപ് ആരെയോ പ്രേമിച്ച് കല്യാണമൊന്നും നടക്കാതെ പുള്ളിയും അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതത്തിലേക്ക് വന്നതാണെന്ന് തോന്നി മാഡം. പിന്നെ റൊമാൻറ്റിക്കുമല്ല. അങ്ങനെയായപ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ രീതിയിലാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം നടത്തും. അപ്പോൾ അതൊഴിവാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരുത്തിനെ കല്യാണം കഴിക്കുക. ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവായി വരുന്ന ആളെ എന്നെ സ്നേഹിച്ചില്ല, എന്നോട് മിണ്ടിയില്ല, റൊമാൻറ്റിക്കായി പെരുമാറിയില്ല, എനിക്കതിൽ ഒരു കംപ്ലൈൻറ്റുമില്ല. ശല്യമുണ്ടാക്കാൻ വരായിരുന്നാൽ മതി. പുള്ളിയുടെ പതിഞ്ഞ സ്വഭാവം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കുഴപ്പമില്ല, പുള്ളിക്കും എന്നെ പോലെ പ്രശ്നങ്ങളുണ്ട്, എന്തായാലും കല്യാണം കഴിച്ചേക്കാം. അത് കഴിഞ്ഞ് എന്തായാലും കുറേ നാൾ കഴിയുമ്പോൾ ഇത് പൊട്ടും. ആ സമയത്ത് വീട്ടുകാരെന്തായാലും എന്നെ ഫ്രീ ആക്കി വിടും. പിന്നീട് അടുത്ത കല്യാണം ഉടനെ ഉണ്ടാകില്ല. ഒരു തലവേദന ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതേപോലെ തന്നെയാണ് പുള്ളിക്കാരനും എന്ന് തോന്നി. എന്നോടാണെങ്കിൽ ഒരു കാര്യവും പുള്ളി ഹിസ്റ്ററിയോ എൻ്റെ കാര്യങ്ങളോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ചോദിച്ചില്ല. ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ വാക്കുകൾ ഒതുക്കിയായിരുന്നു ഞങ്ങളുടെ കല്യാണം. കല്യാണം കഴിഞ്ഞ് രാത്രി എല്ലാവരും കൂടി എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ മുറിയിലേക്ക് എന്നെ തള്ളിവിട്ടു. പക്ഷേ അവിടെ ഒന്നുമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പുള്ളി അപ്പുറത്ത് കൂർക്കം വലിച്ചുറങ്ങും, ഞാൻ ഇപ്പുറത്തും കൂർക്കം വലിച്ചുറങ്ങും എന്നെനിക്ക് അറിയാം. കാര്യം എന്നോട് അയാൾക്ക് യാതൊരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുമാത്രവുമല്ല, എനിക്കാണെങ്കിൽ ഒട്ടുമില്ല. ഇനിയിപ്പോൾ ജീവിച്ച് പരിചയിച്ച് കുറേ നാൾക്ക് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും താല്പര്യം തോന്നിയെങ്കിലായി. അത്രയേ ഉള്ളൂ. ലക്ക്, ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ. ഈ ബന്ധം ഒരു കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. ഒന്നുകിൽ അങ്ങോട്ട്, ഇല്ലെങ്കിൽ ഇങ്ങോട്ട്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ റൂമിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി സൗഹൃദപൂർവ്വം എന്നോട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കിടക്കാൻ ലേറ്റായി, ഒരു കാര്യം ചെയ്യ്, താൻ കുളിക്കോ മറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിലെല്ലാം കഴിഞ്ഞിട്ട് കിടന്നോളെന്ന് പറഞ്ഞു. മാഡം, ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബാത്റൂമിലൊക്കെ പോയി വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ ആ വെട്ടത്തിൽ തന്നെ കൂർക്കം വലിച്ച് കിടന്നുറക്കമായി. ഞാനും ബെഡ് ലാമ്പ് മാത്രം ഇട്ടിട്ട് അപ്പുറത്തേക്ക് കയറി കിടന്നു. എനിക്ക് ഉറക്കമൊന്നും വരില്ല, ഉറങ്ങാനും പറ്റില്ലെന്ന് അറിയാമായിരുന്നു. പുതിയൊരു സാഹചര്യം, പുതിയൊരു വീട്, വിചിത്രമായ കാര്യങ്ങൾ. വിചിത്രമെന്ന് പറയാൻ പറ്റില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെയാണ്. എങ്കിലും കുറച്ചൊക്കെ സംസാരിക്കുമായിരിക്കും. എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടല്ലേ ഇത്തരം കാര്യങ്ങൾ പറയുകയുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു മൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പതുക്കെ പതുക്കെ എപ്പോഴും ഞാൻ ഉറങ്ങിയോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഭർത്താവ് എഴുന്നേറ്റ് 6:30 ആയപ്പോൾ എന്നെ വിളിച്ചപ്പോഴാണ് ഞാനും ഒന്ന് കണ്ണു തുറന്നത്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. താൻ എന്തായാലും കുളിച്ച് താഴേക്ക് വാട്ടോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ. പിന്നെ ഇവിടെ സിനിമയിലൊന്നും കാണുന്ന പോലെ നേരെ അടുക്കളയിലേക്ക് ചെല്ലേണ്ട കാര്യമില്ല. 2 ജോലിക്കാരുണ്ട് ഈ വീട്ടിൽ. അടുക്കളപ്പണിയൊന്നും ഇവിടെ ആരും ചെയ്യാറില്ല, എൻ്റെ അമ്മയും ചെയ്യാറില്ല. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ ഇട്ടൊന്ന് നനച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇനി അഥവാ അതിനും പറ്റില്ലെങ്കിൽ അതിനും ജോലിക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ താഴേക്ക് ഇറങ്ങിപ്പോയി. അദ്ദേഹം കുളിച്ച് കുട്ടപ്പനായിട്ടാണ് ഇറങ്ങിപ്പോയത്. കാണാനൊക്കെ സൗന്ദര്യമുള്ള ഒരാളാണല്ലോ എൻ്റെ ഭർത്താവെന്ന് ഞാൻ ഓർത്തു. പക്ഷേ അയാൾ ഇങ്ങനെ അതിന് പിന്നിൽ എൻ്റെ പോലെ തന്നെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി കാണുമായിരിക്കും. പതുക്കെ ചോദിക്കാം. സാധാരണ പെൺകുട്ടികൾ ഈ സിറ്റുവേഷനിൽ വിഷമിക്കുകയാണ് ചെയ്യുക. പക്ഷേ എനിക്ക് വിഷമമല്ല, സന്തോഷമാണ് തോന്നിയത്. കാര്യം നിരുപദ്രവകാരിയായ ഒരാളാണ് എൻ്റെ ഭർത്താവ്. ഇങ്ങനെ സൈലൻ്റ് ആയിട്ടങ്ങ് പോയാൽ മതി, വലിയ പ്രശ്നങ്ങളില്ല. 2 വീട്ടുകാരെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാം. അദ്ദേഹം പറയുമ്പോൾ പറയട്ടെ രഹസ്യം എന്താണെന്ന്. ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല, വഴക്ക് വക്കാണോ ഇല്ലാതെ മുന്നോട്ട് പോയാൽ മതി എന്നായിരുന്നു എൻ്റെ ആദ്യ ചിന്ത.
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അമ്മായപ്പനും അമ്മായിമ്മയും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനും ഭാര്യയും ഒക്കെ ഉണ്ട്. ഭർത്താവിൻ്റെ ചേട്ടനും ഭാര്യയൊക്കെ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. എങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് അവരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 വർഷമേ ആയിട്ടുള്ളൂ മാഡം. അവരും യങ് കപ്പിൾ തന്നെയാണ്. അവരുടെ രണ്ടുപേരുടെയും വർത്തമാനവും ചിരിയും കളിയും തമാശയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ശരിക്കും പ്രേമിച്ച് കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല ഒരടുപ്പം പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലെന്ന് ഓർത്തു. അവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. ചേച്ചിയും അമ്മായിമ്മയൊക്കെ അത്യാവശ്യം സംസാരിക്കുന്ന ടൈപ്പുകളാണ്. ആ വീട്ടിൽ എനിക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അന്ന് ഞങ്ങൾക്ക് വിരുന്നൊന്നുമില്ലായിരുന്നു. പിന്നീട് കുറേയധികം ബന്ധുക്കൾ, അവരുടെ വിരുന്നുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെല്ലാം ഞാനും ഭർത്താവും കൂടെ പോകും. ഈ സമയത്ത് നമുക്ക് പോകണം, റെഡിയാണെന്ന് പറയും. അതാണ് ഒരു സിഗ്നൽ. ഞാൻ റെഡിയായി നിൽക്കും. പോകുമ്പോൾ എന്നോട് പറയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും വാങ്ങണമെങ്കിൽ എന്നോട് പറയണം. പിന്നെ വേറെ എന്തെങ്കിലും ഇടയ്ക്ക് നിർത്തണമെങ്കിലോ കാഴ്ച കാണണമെങ്കിലോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിർത്താമെന്ന് പറയും. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം. പിന്നെ പുള്ളി പാട്ടിടും, ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കും, പല കാഴ്ചകളും കാണും. ഇതാണ് ഞങ്ങളുടെ ഏകദേശം 1 മാസത്തെ ജീവിതം മാഡം. ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഈ ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ലൈറ്റ് എത്രയും പെട്ടെന്ന് അണച്ച് രണ്ടുപേരും കൂർക്കം വലിച്ചുറങ്ങും. എന്തായാലും ഒരു 10 ദിവസം കഴിഞ്ഞു ആ വീട്ടിലൊന്ന് ഉറങ്ങാൻ. അത് കഴിഞ്ഞപ്പോൾ അതും ശീലമായി മാഡം. ഈ സമയത്താണ് ചേട്ടൻ സ്പോൺസർ ചെയ്ത് ഞങ്ങൾക്ക് ഡൽഹി, ആഗ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു 7 ദിവസത്തെ പാക്കേജ് അറേഞ്ച് ചെയ്ത് തന്നത്. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് കൂടെ പോയി. അതിനൊന്നും എതിര് പറയാൻ പറ്റില്ലല്ലോ. വീട്ടുകാർക്ക് സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് വിളിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് ഞാൻ പറയും. ആ പോക്കിൽ ഡൽഹിയിൽ ചെന്നിറങ്ങിയ ഉടനെ തന്നെ എൻ്റെ ഭർത്താവിന് നല്ല പനി പിടിവിട്ടു. എങ്കിലും അവിടെ ഒത്തിരി പേര് സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പനി ഒരു ദിവസം കൊണ്ട് ഭേദമായി. പക്ഷെ ഞങ്ങൾ പുറത്തെങ്ങും പോയില്ല. അന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, ശരിക്കും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചില്ലെന്ന് എനിക്കറിയാം. അതേപോലെ എനിക്ക് നേരത്തെ ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു. ആ ആളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. കല്യാണം കഴിച്ചേ പറ്റുമെന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്. നമ്മൾക്ക് ഈ ജീവിതത്തിൽ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. പുള്ളി എൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കറിയാം തനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാമെന്ന്. അങ്ങനെ ആ സംസാരം ഞങ്ങൾ തുടർന്നു മാഡം. അവിടെ ഞങ്ങൾ പല കാഴ്ചകളും കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കൂടുതൽ തുറന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. പുള്ളിക്കാരനും പതുക്കെ പറയാൻ തുടങ്ങി. ഞങ്ങൾ ഫ്രണ്ട്സായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ശരിക്കും നിങ്ങളുടെ പ്രേമം ആരോടായിരുന്നു? അതെങ്ങനെയാണ് പൊട്ടിപ്പോയത്? എൻ്റെ കാമുകൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതിനിടയ്ക്ക് എന്നോട് പുള്ളിക്കാരൻ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ് മറ്റു രീതിയിൽ ഉണ്ടായിരുന്നോ എന്ന്. ഞാൻ പറഞ്ഞു, പിടിയും വലിയും വടംവലിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതലൊന്നിനും സമയം കിട്ടിയിട്ടില്ല, സാഹചര്യം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അതിന് താണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ കാമുകൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ലെന്ന്. പിന്നെ ഞാൻ പുള്ളിയോട് ചോദിച്ചു, സത്യം പറ, നിങ്ങളുടെ കാമുകി എവിടെയാണ്? അവളുടെ കല്യാണം കഴിഞ്ഞോ? അവൾക്ക് കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, എന്തോ ദുരൂഹതയുണ്ട്, സത്യമായിട്ടും എന്നോട് പറയണം, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങുമേ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം അപ്പോൾ വർദ്ധിച്ചിരുന്നു. ആ സമയത്ത് ഭർത്താവ് എന്നോട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രേമമൊന്നുമല്ല, വേറൊരു കാര്യമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണെന്ന് പറയാം, എനിക്ക് സാവകാശം തരണമെന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം പറഞ്ഞില്ല മാഡം. എനിക്കാണെങ്കിൽ രഹസ്യം കേൾക്കാതിരിക്കെ പ്രതിയുണ്ടോ? ഞാനങ്ങ് ശല്യം ചെയ്തു. അന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് കിടന്നപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു അവരുടെ വീട്ടിൽ നടന്ന കാര്യം ചേട്ടൻ കല്യാണം കഴിച്ചല്ലോ. ഏകദേശം 2-3 വർഷത്തിന് മുമ്പാണ് കല്യാണം കഴിഞ്ഞത്. ആ സമയത്ത് പുള്ളിക്കാരൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആര്? സ്വന്തം ചേട്ടന് നാട്ടിൽ അമ്മ തന്നെയാണ് ഒരു കല്യാണം നോക്കി അറേഞ്ച് ചെയ്തത്. പക്ഷേ ആകെ കൂടി 45 ദിവസത്തെ ലീവേ ഉള്ളൂ. ആ സമയത്തേക്ക് വന്ന് കല്യാണമൊക്കെ നടത്തണം. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരന് തിരിച്ചു പോവുകയും ചെയ്യണം. ചേച്ചിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങൊരു സിറ്റുവേഷനായിരുന്നു. അതൊക്കെ പെൺവീട്ടുകാർക്ക് സമ്മതമായിരുന്നു. അങ്ങനെ എടിപിടിയുന്ന ജാതകപ്പൊരുത്തം നോക്കി കല്യാണം കഴിച്ചതാണ്. ചേട്ടനാണെങ്കിൽ ചേച്ചി ഒത്തിരി ഇഷ്ടം, ചേച്ചിക്കും ഈ ചെക്കനെ ഇഷ്ടമായെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന് 20ാമത്തെ ദിവസം ചേട്ടന് ഗൾഫിൽ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ ആ വീട്ടിൽ അമ്മായിച്ചനും അമ്മായിമ്മയും പിന്നെ എൻ്റെ ഭർത്താവും ചേട്ടത്തിയുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ചേട്ടൻ്റെ ഭാര്യയെ പുറത്തു കൊണ്ടുപോവുക, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കൂടെ പോകുക, എല്ലാം എൻ്റെ ഭർത്താവായിരുന്നു. അവർ തമ്മിൽ നല്ല കൂട്ടായി മാഡം. പക്ഷേ ചേട്ടത്തി
പതുക്കെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് അടുക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് ആദ്യമൊക്കെ അത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ചേട്ടത്തി കൂടുതൽ അടുക്കുകയായിരുന്നു. അതുമാത്രമല്ല, ചേട്ടൻ ഒരു രീതിയിലും പുള്ളിക്കാരിക്ക് ചേർന്നവനല്ലെന്നും അയാളിൽ നിന്ന് പ്രതീക്ഷിച്ച ഒന്നും ജീവിതത്തിൽ കിട്ടുമെന്ന് തോന്നില്ലെന്നും ഒക്കെ സ്വന്തം ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഭർത്താവുമായിട്ട് അടുത്ത് വന്നത്. ചുമ്മാ ഇരുന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അയാളാണ് യഥാർത്ഥ ആണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വതവേ പാവമായ എൻ്റെ ഭർത്താവ് അവരുമായിട്ട് കൂടുതലടുത്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ദിവസവും രാത്രി 12 മണിയാകുമ്പോഴേക്കും ചേട്ടത്തി എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ വരും. ആദ്യം പേടിയായിരുന്നെങ്കിലും ആ സ്ത്രീ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പോലെ പെരുമാറി എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു കയറി. ആദ്യത്തെ 1-2 വട്ടം കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനും ഇത്തരം പ്രവൃത്തികളോട് ഒരിഷ്ടം തോന്നി. പക്ഷേ അവിടെ ശരിക്കും എൻ്റെ ഭർത്താവിനോട് പ്രേമപൂർവ്വമായി സംസാരിച്ച് ചേട്ടത്തി മനയിലാക്കുകയായിരുന്നു. സ്വന്തം ഭർത്താവിനേക്കാളൊക്കെ ഒത്തിരി മികച്ചവനാണ് സ്വന്തം അനിയനെന്നും. അതുമാത്രമല്ല, ചേട്ടത്തിക്ക് എൻ്റെ ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, ചേട്ടത്തി വേറൊരു കാര്യം പറഞ്ഞത്രയും, സ്വന്തം ഭർത്താവിനോട് കഴിഞ്ഞപ്പോൾ ചേട്ടത്തിക്ക് ആഗ്രഹങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവിനോട് കഴിഞ്ഞപ്പോൾ ചുണക്കുട്ടനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു വട്ടം പോരാ, 3-4 വട്ടം നമ്മളുടെ സ്നേഹം വേണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ കൊണ്ട് അവർ അമിതമായി പല കാര്യങ്ങളിലും പങ്കെടുപ്പിക്കാൻ തുടങ്ങി. ഭർത്താവ് അത് വിശ്വസിച്ച് അവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അടങ്ങാനാവാത്ത ആവേശമായിരുന്നു മാഡം. ശരിക്കും അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഒത്തിരി കൂടുതലാണ്. അവരുടെ പഴയ ഹിസ്റ്ററിയൊന്നും ആർക്കും അറിയില്ല. പക്ഷേ കല്യാണം കഴിച്ചപ്പോഴാണ് അവർക്ക് ഇൻട്രസ്റ്റ് കൂടിയെന്നാണ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്. പക്ഷേ അവർക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് ആ കഥ കേട്ടപ്പോഴും തോന്നി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധാരണ സ്ത്രീകൾ ഒരു മാസത്തിൽ 3-4-5 ദിവസം റെസ്റ്റ് എടുക്കും. ആ ദിവസങ്ങളിൽ പോലും അവർക്ക് റെസ്റ്റ് ഇല്ല. എല്ലാ ദിവസങ്ങളിലും അവർ പ്രവർത്തനക്ഷമമായ രീതിയിലാണ് പെരുമാറിയത്. അതെൻ്റെ ഭർത്താവിന് അത്ഭുതമായിരുന്നു. തന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയെന്ന് പുള്ളിക്കാരെ വിശ്വസിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് ഔദ്യോഗികമായിട്ട് പുള്ളിക്ക് മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ടിയൊക്കെ വന്നല്ലോ. ആ ഗ്യാപ്പിലെ ശരിക്കും കുറച്ച് പ്രായമായതാണ് ഞങ്ങളുടെ അമ്മായിപ്പൻ. ആ അമ്മായിപ്പനെയും ചേട്ടത്തി വെറുതെ വിട്ടില്ല. അമ്മായിപ്പനോടും ഒട്ടിയിരിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഭർത്താവില്ലാത്ത സമയത്ത് അവർ അത്രയും പ്രായമായ അമ്മായിപ്പനെ തന്നെ കസ്റ്റഡിയിലാക്കി. യാദൃശ്ചികമായിട്ട് എൻ്റെ ഹസ്ബൻഡ് അത് കണ്ടു. അത് ചൊല്ലി ഇവർ രണ്ടുപേരും കൂടി വഴക്കുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാ ദിവസങ്ങളിലും ആരെങ്കിലും ഇല്ലാതെ അവർക്ക് ഇരിക്കപ്പുറത്തില്ലെന്ന്. ചുരുക്കം പറഞ്ഞാൽ അവരവരുടെ സ്വഭാവം യഥാർത്ഥത്തിൽ എൻ്റെ ഭർത്താവിനോട് തുറന്നു പറഞ്ഞു. പിന്നെന്ത് ചെയ്യാനാണ്, അവരുടെ ആവശ്യം അതാണ്. സ്വന്തം സ്വഭാവം ഇങ്ങനെയാണെന്ന് ഒരാൾ തുറന്നു സമ്മതിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാണ്. പിന്നീട് അവർക്ക് അമ്മായിച്ചനുമായിട്ടും എൻ്റെ ഭർത്താവുമായിട്ടും ഇടതടവില്ലാതെ ചില കാര്യങ്ങളുണ്ടായിരുന്നു ഇതേപോലെ. പക്ഷേ അവിടെയും അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ അമ്മായിയമ്മ കണ്ടുപിടിച്ചു. അത് പക്ഷേ അവരുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധമല്ല കണ്ടുപിടിച്ചത്, എൻ്റെ ഭർത്താവിൻ്റെ മുറിയിൽ വരുന്നതാണ് കണ്ടുപിടിച്ചത്. അതോടുകൂടി പുള്ളിക്കാരിക്ക് അത് ഷോക്കായി. എൻ്റെ ഭർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ഭർത്താവിന് സമ്മതിക്കേണ്ടി വന്നു. അതോടുകൂടി വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെയായി. എന്തായാലും എൻ്റെ അമ്മായിയമ്മ പെട്ടെന്ന് തന്നെ മൂത്ത മോനെ തിരിച്ചു വരുത്തി. എന്നിട്ട് ഇനി ഗൾഫിൽ പോകണ്ട, പോവുകയാണെങ്കിൽ സ്വന്തം ഭാര്യം കൂടെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റായിട്ടൊരു നിലപാടെടുത്തു. അവരെ ആദ്യം വാടക വീടെടുത്ത് വേറെ മാറ്റി. അത് കഴിഞ്ഞ ശേഷം നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനോട് നിർബന്ധിച്ചു. പിന്നീട് അവർ വീടും വെച്ച് അവിടെ താമസവുമായി. അങ്ങനെ ബുദ്ധിപൂർവ്വം എൻ്റെ അമ്മായിയമ്മ സ്വന്തം ഭർത്താവിൽ നിന്നും സ്വന്തം മകനിൽ നിന്നും ചേട്ടത്തി ഒഴിവാക്കി. സ്വന്തം ഭർത്താവിൻ്റെ കാര്യം അവർക്കറിയില്ലായിരുന്നു. അങ്ങനെ ചേട്ടത്തിയുടെ എല്ലാ വഴികളും അടഞ്ഞു. ചേട്ടത്തി നല്ലൊരു ഭാര്യയായിട്ട് ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ നഷ്ടം എൻ്റെ ഭർത്താവിനായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണല്ലേ. അതുകൊണ്ട് ചേട്ടത്തിയെ അന്ധമായിട്ട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. വേറെ പെണ്ണും പെടക്കോഴിയും ഒന്നും വേണ്ട, ഏട്ടത്തി മാത്രമാണ് മനസ്സിൽ. ഇതിനിടയ്ക്ക് പലപ്പോഴും അനിയൻ ഏട്ടത്തിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചു. പക്ഷേ ഏട്ടത്തിക്ക് ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ വേറെ ആവശ്യങ്ങളൊന്നുമില്ല. ചേച്ചി നല്ല രീതിയിൽ ശീലാവതിയായിട്ട് പെരുമാറാനും തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് പ്രണയവും കമ്പാനിയൻഷിപ്പും എല്ലാം നഷ്ടപ്പെട്ടു. പുള്ളി എന്തോ പോയ അണ്ണാനെപ്പോൾ ഇരിക്കുന്നു. അമ്മായിച്ചനും ഏകദേശം അതേ അവസ്ഥയിലാകും. പക്ഷേ പുള്ളിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയില്ല. കഥ പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായത്. കഥ കേട്ട് ശരിക്കും ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ, ആ താടക ഓർത്തിരിക്കാൻ? ഷോ
അവരുടെ ഒൽപ്പീര് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, വൃത്തികെട്ടവള് എന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്താവ് ചൂടായി. നീ അവരെ ഒന്നും പറയരുത്, അവരാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യ സ്ത്രീ, പിന്നെ മമ്മി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞതിപ്പോൾ എന്താ, കിഴക്കൊന്നും ഒന്നുമില്ല, ഒറ്റാലി കടന്നതുമില്ല, എല്ലാം പോയില്ലേ, നിങ്ങളിനി എന്ത് ചെയ്യാനാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു ആംഗ്യം കാണിച്ചു. ഭർത്താവ് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നോട് യാതൊരു താല്പര്യം തോന്നില്ല, എനിക്ക് ഏട്ടത്തിൻ്റെ അതേപോലെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമെന്നും. ഞാൻ പറഞ്ഞു, തടിച്ചു കൊടുത്തിരിക്കുന്ന ശിവപ്പോർക്കിനെയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, എനിക്ക് അങ്ങൊന്നും പറ്റില്ല, ഞാൻ നന്നായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, എൻ്റെ അടുത്ത് നിങ്ങൾ വരികയും വേണ്ട, നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞു മാഡം. അങ്ങനെ ഹണിമൂൺ ട്രിപ്പ് രഹസ്യങ്ങൾ അറിഞ്ഞ് ഒരു വഴക്കിൽ കലാശിച്ചു. പിന്നെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫ്രണ്ട്ലി ആയിട്ടാണ് മുന്നോട്ട് പോയത്. ഹണിമൂൺ കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ചേച്ചി എന്നെ ഇടയ്ക്ക് സ്വകാര്യമായിട്ട് കാണുമ്പോൾ, മോളെ ഹണിമൂണ് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നടി, അവന് നിന്നോട് സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഈ ആദ്യ കാലത്തൊന്നും അവരൊന്നും ചോദിച്ചിട്ടില്ല, ഹണിമൂണിന് പോയി വന്ന ശേഷമാണ് ചോദിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു, നല്ല സ്നേഹമാണ്, പുള്ളി ഇതേപോലെ ഒരാളായിരിക്കും ഞാൻ വിചാരിച്ചതല്ല, എൻ്റെ മനസ്സിലുള്ളതിനേക്കാളിലൊക്കെ ഒത്തിരി ഉയരെയാണ് പുള്ളിയുടെ സ്ഥാനം, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ പുണ്യമാണ് എന്നൊക്കെ ഞാനും വെച്ച് കാച്ചി. എൻ്റെ ഭർത്താവ് എന്നോട് ഈ കഥകളൊന്നും പറഞ്ഞത് അവർക്ക് അറിയില്ലല്ലോ എന്നോർത്ത് ഞാനും മനസ്സിൽ അവർക്കിട്ടൊരു കുത്തു കൊടുക്കുകയാണെന്ന് സന്തോഷിച്ചു മാഡം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അമ്മായിപ്പനും അമ്മായിമ്മയെല്ലാം ഒരു കല്യാണത്തിന് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഭർത്താവ് ജോലിക്ക് പോയി. ആ സമയത്ത് ചേട്ടത്തി വന്നു. കാര്യങ്ങളൊക്കെ ഉഷാറായി പോകുന്നില്ലേ മോളെ, എത്ര വർഷം കഴിഞ്ഞ് കുട്ടികൾ വേണമെന്നാണ് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഹണിമൂണിനിടയ്ക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ, നടക്കുന്നങ്ങ് നടക്കും, കുട്ടികൾ എപ്പോൾ ഉണ്ടായാലും നല്ലതല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ പലതും പറഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങനെ കിള്ളിക്കിള്ളി ചോദിച്ചപ്പോൾ ഞാൻ ഭർത്താവിനെ വെറുതെ പുകഴ്ത്തി. അവസാനമായപ്പോഴേക്ക് ചേച്ചിക്ക് മനസ്സിലായി ഞാൻ ചൊറുകയാണെന്നും. ചേച്ചി പൊട്ടിത്തെറിച്ചു, എടി നീ എന്തൊക്കെ വർണ്ണ കഥകൾ ഉണ്ടാക്കി പറഞ്ഞാലും എനിക്കറിയാം അവൻ നിൻ്റെ വിരൽത്തുമ്പിൽ പോലും തൊടില്ലെന്നും. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് അതെങ്ങനെ അറിയാം, ചേച്ചിയും എൻ്റെ ഭർത്താവുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചേച്ചി വിഷയം മാറ്റാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ചേച്ചി സത്യം പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്, അങ്ങേർക്ക് എൻ്റെ വിരൽത്തുമ്പ് പോലും ഇഷ്ടമല്ല, ചേച്ചിയാണ് ഇഷ്ടം. പക്ഷെ ചേച്ചി കാണിച്ചത് കൊടും ചതിയല്ലേ, എന്ത് ചതിയാണ് ഞാൻ കാണിച്ചതും അല്ല, എന്തായാലും സ്വന്തം ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കെങ്കിലും സ്വന്തം അനിയനൊന്ന് കൺസിഡർ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ചേച്ചി പരക്കെ വേലി കെട്ടി മാറ്റിവെച്ചത് നന്നായില്ല ചേച്ചി, എൻ്റെ ഭർത്താവ് ചേച്ചിയെ കാത്തിരിക്കുകയാണ്, അയാൾക്ക് ചേച്ചി അല്ലാതെ വേറെ ആരെയും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പൊട്ടിച്ചിരിച്ചു. അങ്ങനെ അടി, അവനെ ഞാനൊരു യന്ത്രത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, ഒരു മന്ത്രയന്ത്രത്തിൽ. എൻ്റെ മന്ത്രം കടന്ന് അവൻ ഒരു പെണ്ണിയെ മോഹിക്കില്ല. ഞാൻ പറഞ്ഞത് സെൽഫിഷ് അല്ലേ, കാര്യങ്ങളൊട്ട് നടക്കുകയില്ല, അതുമാത്രമല്ല മറ്റൊന്നിനും അങ്ങനെ അനുവദിക്കുകയില്ല, അത് വളരെ ക്രൂരമായ കാര്യമാണെന്ന്. അപ്പോൾ ചേച്ചിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും ഞാൻ ഓർത്തത് നന്നായി ജീവിക്കാമെന്നാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീയും അവനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, നീ എന്തിനാണ് അവൻ്റെ കൂടെ നിൽക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കും ആരോടും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പുള്ളിയോട് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എന്തായാലും എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ, ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഒരാളുണ്ടല്ലോ എന്ന് വെച്ച് ഞാനും അടങ്ങി ഒതുങ്ങിപ്പോയതാണ്. പിന്നെ അമ്മായിയമ്മ അതിന് സമ്മതിക്കില്ലെന്നും അറിയാം. മോളെ, ഞാൻ ഒരു കാര്യം പറയാം, നിൻ്റെ ഭർത്താവിനെ എനിക്കൊത്തിരി ഇഷ്ടമാണ്, അതേപോലെ മന്ത്രതന്ത്രം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് കറക്റ്റാണ്. അവൻ എപ്പോഴും എന്നെ മോഹിച്ചിരിക്കാൻ ചില കെട്ടുപാടുകളൊക്കെ ഞാനും ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത് മന്ത്രമാണെന്ന് നീ ചോദിക്കരുത്, അതൊക്കെ രഹസ്യവിദ്യയാണ്, അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, അതുകൊണ്ട് അവനൊരിക്കലും നിൻ്റെ അടുത്ത് വരില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നീ കൂട്ടു നിൽക്കുകയാണെങ്കിൽ ഞാനൊരു കൂട്ടം ചെയ്യാം. എന്താ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, പുള്ളിക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, ഗൾഫിൽ വെച്ച് പുള്ളിക്കും ഇത്തിരി തരികിടകൾ കൂടുതലായിരുന്നു കേട്ടോ, അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ പുള്ളി നന്നായി കൂട്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇപ്പോഴും മറ്റുള്ളവരുമായി നൃത്യങ്ങളുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അതൊക്കെ എൻ്റെ ഭർത്താവ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം മോളെ ഒരു കാര്യം, എൻ്റെ ഭർത്താവിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, കാര്യം നിന്നെപ്പോലുള്ള ഫിഗറുള്ള ആൾക്കാരെയാണ് എൻ്റെ ഭർത്താവിന് ഇഷ്ടം, പക്ഷേ നിൻ്റെ ഭർത്താവിന് ഇഷ്ടം എന്നെപ്പോലുള്ള ആൾക്കാരെയാണ്. അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മോളെ നമുക്കങ്ങ് മുന്നോട്ട് പോയാലോ, ഇവിടെ അമ്മായിയമ്മയുടെ തൊല്ലയാണല്ലോ, നീയും ഞങ്ങളോട് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ചേട്ടൻ്റെ കൂടെ നിനക്ക് എൻ്റെ വീട്ടിൽ വന്ന് സമയം ചിലവഴിക്കാം,
അപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ ദീർഘകാല പരിഭവം ഞാൻ മാറ്റാം മോളെ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട ചേച്ചി, റിസ്ക് ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഭർത്താവ് കൊള്ളില്ല എന്നൊക്കെ ഞാൻ നിൻ്റെ ഭർത്താവിനോട് ചുമ്മാ പറഞ്ഞിട്ടുണ്ട്. പുള്ളി നിൻ്റെ ഭർത്താവിനേക്കാൾ കേമനാണ്. പക്ഷേ എന്തോ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷനും എനിക്ക് ഏറ്റവും കൂടുതൽ പൂജകളും കിട്ടിയിട്ടുള്ളത് എൻ്റെ അനിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവനെൻ്റെ മികച്ച ആണാകുന്നത്. അവനെ വെറുതെ വിടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സില്ല മോളെ. അവനെ എനിക്ക് വിട്ടു തന്നു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ മോൾക്ക് നല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ ഡീലിന് ചേച്ചി നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവിന് ഭയങ്കര സന്തോഷം. നീ സമ്മതിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ചേട്ടനോടല്ല ആരോടും താല്പര്യമില്ലെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ ക്ലിയറാക്കി. ആ സമയത്ത് ചേട്ടന് ഇതറിയാമല്ലോ. ചേട്ടനും എന്നോട് അടുത്ത് പെരുമാറി. ആദ്യമൊന്നും എനിക്കത്ര ഇഷ്ടമില്ലായിരുന്നു. പുള്ളി പറഞ്ഞു എനിക്കും നീ ഒന്ന് കമ്പനി തരൂ, വെറുതെ എൻ്റെ കൂടെ വന്നിരിക്കൂ, സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഭർത്താവും അവരും അവരുടെ ഇഷ്ടത്തിന് നടക്കാൻ തുടങ്ങി മാഡം, അമ്മായിമ്മ അറിയാതെ. ഞാനപ്പോൾ ചേട്ടനുമായിട്ട് വെറുതെ സംസാരിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ ചേട്ടൻ എന്നോട് നന്നായി പെരുമാറാൻ തുടങ്ങി. ആ സമയത്ത് ഞാനും ഓർത്തു എനിക്കും എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാനുള്ള സമയമല്ലേ. ഞാൻ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഭർത്താവിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ എന്ന് വിചാരിച്ചു. ചേട്ടൻ എന്നോട് ഇഷ്ടങ്ങളൊക്കെ നോക്കി പല കാര്യങ്ങളും പറഞ്ഞ് രസകരമായി കുസൃതിയായി റൊമാൻറ്റിക്കായിട്ടാണ് എൻ്റെ ആദ്യത്തെ കളമൊരുക്കി തന്നത്. ഒന്നും വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റില്ല. എനിക്ക് അപ്പോഴാണ് തോന്നിയത് എന്തായാലും തുറന്നിട്ട ജാലകങ്ങൾ ഞാനിനി അടയ്ക്കില്ല. പക്ഷേ ചേട്ടന് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ പ്രേമം ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ മതി. മാഡം ചേട്ടൻ്റെ കെയർ ഓഫിൽ എനിക്ക് ഒത്തിരി അവസരങ്ങൾ ചേട്ടനുണ്ടാക്കി തന്നു. അദ്ദേഹത്തിൻ്റെ നല്ല ചെറുപ്പക്കാരായ ഫ്രണ്ട്സ്, പിന്നെ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ കൺസെപ്റ്റിൽപ്പെട്ട പല ആളുകളും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ചേട്ടൻ മുൻകെടുത്ത് എൻ്റെ പഴയ കാമുകൻ അവൻ കല്യാണം കഴിച്ചതാണ്. അവനുമായി വരെ എനിക്ക് ഒരു സംഗമത്തിന് അദ്ദേഹം ഒരുക്കി തന്നു മാഡം. അതൊക്കെ എനിക്ക് ഒത്തിരി അത്ഭുതകരമായി തോന്നി. എൻ്റെ ഭർത്താവും ചേട്ടത്തിയമ്മയും അഗാധമായ പ്രേമത്തിലെന്ന പോലെ പെരുമാറുകയാണ്. പക്ഷെ ഞങ്ങൾ വെള്ളിൽ പക്ഷികളെപ്പോലെ പറക്കുകയാണ് മാഡം. പക്ഷേ ചേട്ടത്തി അത്ര നല്ലവളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചേട്ടത്തിയും എൻ്റെ ഭർത്താവും കൂടി ഭയങ്കര പ്രണയത്തിലാണ്. ഞങ്ങളോട് രണ്ടുപേരോടും, അതായത് എന്നോടും ചേട്ടനോടും പറയുകയാണ് വിവാഹമോചനം കൊടുക്കാൻ. എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കൂടെ കല്യാണം കഴിക്കണം, കോളക്കമുണ്ടായാലും. എന്നിട്ട് ഞാനും ചേട്ടനും കൂടി കല്യാണം കഴിക്കാനാണ് പറയുന്നത്. അത് അത്ര നല്ല പദ്ധതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല മാഡം. കാര്യം അങ്ങനെ കോളക്കമുണ്ടാക്കി സംഭവത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചേട്ടനും എന്നെ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായ മനസ്സാണ്. പക്ഷേ അവർ രണ്ടുപേരും ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. മാഡം അതൊരു നല്ല പദ്ധതിയാണോ, അതോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. പ്ലീസ് മാഡം, മാഡം ഒന്ന് വായിക്കണം. അത് കഴിഞ്ഞ ശേഷം അതിനുള്ള മറുപടിയും തരണം. ഇതെനിക്ക് എൻ്റെ ഏട്ടത്തെയും എൻ്റെ ഭർത്താവിനെയും കേൾപ്പിക്കാനാണ്. ബെസ്റ്റ്. എന്തായാലും ഈ കഥയിലെ സബ്ജക്റ്റിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല. ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇടപാടുകൾ അരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ കഥയുടെ ഒരു കണ്ടൻറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ ഭർത്താവുമായിട്ട് വിവാഹമോചനം ചെയ്തിട്ട് ചേട്ടത്തെ കല്യാണം കഴിക്കുക, അതേപോലെ നിങ്ങൾ പിന്നെ ചേട്ടനെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും ലോകത്തിലും ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ടി വിയിൽ വരെ ശ്രദ്ധിക്കാവുന്നൊരു വാർത്തയായിട്ട് മാറും. എല്ലാ കാലത്തും നാണക്കേടും മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സദാചാരം പോകുന്നത്. അപ്പോൾ വിവാഹം കഴിച്ചിട്ട് ഇവിടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നേടിയെടുക്കാനില്ലല്ലോ. ഇവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും തമ്മിൽ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് പോവുകയാണ്. ഇതിപ്പം സമൂഹത്തിന് മുന്നേ പറഞ്ഞിട്ട് എന്ത് കാര്യം സാധിക്കാനാണ്? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവനവൻ്റെ കാര്യം നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ രഹസ്യമായിട്ട് ഇത് മാനേജ് ചെയ്ത് അവനവൻ്റെ സ്ഥാനങ്ങളിൽ ഇരുന്ന് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പകരം അലുകുലത്തുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണക്കേടുകൾ മാത്രമാവും ഉണ്ടാവുക. ഇനി അവർ രണ്ടുപേരുടെ കല്യാണം കഴിച്ചിട്ട് എന്ത് നേടാനാണ്? അതുമാത്രമല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ കല്യാണം കഴിച്ചിട്ടും ഒരു കാര്യം സാധിക്കാനുമില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും സേഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെൻ്റ് വൃത്തത്തിൽ നിൽക്കുന്നതാണ്. അതും
കഴിഞ്ഞ് അതും താണ്ടി ഇത്തരം അലകുലത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ വളരെ കുളമാകുന്നൊരവസ്ഥ വരുമെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇത് കേൾപ്പിക്കുക എന്നെനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ഇതേപ്പറ്റി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരിക്കലും നടക്കരുതാത്ത, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് പോകരുത് എന്നാണ് എല്ലാത്തരം ബന്ധങ്ങളോട് പറയാനുള്ളത്. കാര്യം എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കുകയാണെങ്കിൽ അത് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് രഹസ്യമായിട്ട് മാനേജ് ചെയ്ത് അലുകുലത്തുകളില്ലാതെ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാതെ ചുമ്മാ എടുത്ത് ചാടിയിട്ട് കുളം കലക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു ബന്ധം എന്തിനാ അങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ്.